അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ബെന്നി ഫിലിപ്പ് ഒന്നാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബെന്നി ഫിലിപ്പ് ഒന്നാം ചരമവാർഷിക ദിനാചരണം അങ്ങാടിക്കടവ് കോൺഗ്രസ് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സഹപ്രവർത്തകൻ അതായിരുന്നു, സുഹൃത്ത് അതായിരുന്നു ശ്രീ ബെന്നി ഫിലിപ്പ്. അദ്ദേഹം എന്തായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. ബുദ്ധിശക്തിയുള്ള, ഓർമ്മബുദ്ധിയുള്ള, നർമ്മശേഷിയുള്ള, പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകാനുള്ള പ്രായോഗിക ചിന്തയും ശക്തിയുമുള്ള ഒരു നേതാവായിരുന്നു. വെട്ടിത്തുറന്ന് പറയാൻ ഉള്ള അദ്ദേഹത്തിന്റെ നിലപാട് വളരെയേറെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു. സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകൻ. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, അതുപോലെ തന്നെ ബാങ്ക് ഭരണസമിതി അംഗമായി, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായി, ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയായി എല്ലാം സജീവമായി പ്രവർത്തിച്ചു. തെരഞ്ഞെടുപ്പുകളുടെ പ്രവർത്തന രംഗത്ത് ബെന്നിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേക ചാതുരി, പ്രത്യേകമായിട്ടുള്ള കഴിവായിരുന്നു. എന്നോട് കേരളയിലെ ഇലക്ഷനിൽ ആ ബൂത്തിൽ ഇത്ര വോട്ട് കിട്ടും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കൃത്യമായ കണക്കായിരുന്നു. ജനങ്ങളുമായിട്ടുള്ള ബന്ധം, വീടുകളുമായിട്ടുള്ള ബന്ധം വിലയിരുത്തൽ എന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന ഒരു ബുദ്ധിശക്തി അദ്ദേഹത്തിനുണ്ട്. അത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് വളരെയേറെ മുതൽക്കൂട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഈ ഓഫീസിന്റെ നിർമ്മാണ ഘട്ടത്തിലെല്ലാം അദ്ദേഹം എല്ലാവരെയും ചലിപ്പിക്കാൻ, എല്ലാവരെയും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു വലിയ കോർഡിനേറ്റർ തന്നെയാണ് ബെന്നി. ആ വേർപാടിൽ വലിയ വേദന സിന്ധുവിനും മക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും എല്ലാം ഉണ്ട്. ഞാൻ ഓർമ്മിക്കുന്നു ആ ദിവസം. കരിക്കോട്ടക്കരി മണ്ഡലം വൈസ് പ്രസിഡന്റ് TM വേണു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അയ്യൻകുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ടി മാത്യു അധ്യക്ഷനായി. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥ്, വൈസ് പ്രസിഡന്റ് ചാക്കോ മാസ്റ്റർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളി കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പ്രിയങ്കരനായിരുന്ന ബെന്നി ഫിലിപ്പ്, അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. നമ്മൾ ആനപ്പന്തി സർവീസ് സാറിന്റെ ബാങ്കിൽ 99 നടത്തിയ വലിയൊരു പോരാട്ടത്തിൽ അന്ന് അദ്ദേഹവും ഞാനും ഒക്കെ ആനപ്പന്തി ബാങ്കിൽ മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് അന്ന് ബോംബെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും. അന്ന് CPM-മായി ഏറ്റുമുട്ടി ആനപ്പന്തി സർവീസ് സാറിന്റെ ബാങ്ക് നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം കാഴ്ചവെച്ച ഒരു മുന്നണി പോരാളിയായിരുന്നു ബെന്നി ഫിലിപ്പ്. ബെന്നി ഫിലിപ്പിനെ അനുസ്മരിക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിന്റെ ഈ ഹാളിൽ നിന്ന് ബെന്നി ഫിലിപ്പിനെ അനുസ്മരിക്കുമ്പോൾ ബെന്നി ഫിലിപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. കാരണം അയ്യൻകുന്നിന്റെ ചരിത്രത്തിൽ ഒരുപാട് നേതാക്കന്മാർ, നമ്മുടെ പാർട്ടിക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുൻ മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ നമ്മുടെ പാർട്ടിയെ നയിച്ചുവെങ്കിൽ അയ്യൻകുന്നിൽ ഇതുപോലെ മനോഹരമായ ഒരു ഓഫീസ് നമുക്ക് ഇന്നിവിടെ കയറിയിരുന്ന് ബെന്നി ഫിലിപ്പിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ആ ബെന്നി ഫിലിപ്പിന്റെ ഇച്ഛാശക്തിയുടെയും നേതൃത്വ പാഠത്തിന്റെയും പ്രതീകമാണ് ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത്. കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ബെന്നി ഫിലിപ്പ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഓരോ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജേസൻ ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം ഗൗരവത്തോടെ കേട്ടിരിക്കും. നമ്മൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ആ വിഷയത്തെ കേൾക്കുകയും അതിനുശേഷം ചടുലതയോടെ ഒരു വാക്ക് പോലും തെറ്റാതെ കൃത്യമായിട്ട് ഇത് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കർശന നിർദ്ദേശവും കൊടുക്കുന്നതായിട്ടാണ് ബെന്നിച്ചേട്ടനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനായിട്ട് ഇരിക്കവെയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. ആ സമയത്തെ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിലെ മറ്റു കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് സംസാരിക്കുന്ന സമയത്തും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ പദ്ധതിയുടെ കാര്യങ്ങളിലാണെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ വാർഷിക പദ്ധതിയും രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം അവിടെ ഓഫീസിലുണ്ടാവും. വന്നു ഇരുന്ന് പേപ്പറുകളെല്ലാം എടുത്ത് എല്ലാം പരിശോധിച്ച് ഇന്ന മേഖലയിലേക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമായിരുന്നു അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.